ഹലോ മക്കളെ, നമ്മൾ എക്കോളജി എന്നുള്ള യൂണിറ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ എക്കോസിസ്റ്റത്തിലെ പല ചോദ്യങ്ങളും ശ്രദ്ധിച്ച് വായിക്കാതെയോ അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാകാതെയോ ഓടിച്ചെന്ന് എഴുതിയിട്ട് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നീറ്റിനൊരു ചോദ്യം ചോദിക്കുന്നതും കുട്ടികൾ പരമാവധി തെറ്റിക്കാൻ സാധ്യതയുമുള്ളതുമായ ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്കിൻ്റെ പേര് എക്കോളജിക്കൽ പിരമിഡ്സ് എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് ഒരാൾ ചോദിച്ചു. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫുഡ് ചെയിൻ ഇൻ ദ ഫോം ഓഫ് എ പിരമിഡ്. ഒരു ഫുഡ് ചെയിൻ, ഒരു സിമ്പിൾ ഫുഡ് ചെയിനെ നമ്മളൊരു പിരമിഡിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്കോളജിക്കൽ പിരമിഡ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു പിരമിഡിന്റെ ബേസ് എല്ലായ്പ്പോഴും ബ്രോഡ് ആയിരിക്കും, അതിന്റെ ടിപ്പ് എല്ലായ്പ്പോഴും നാരോ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിന്റെ ബേസ് ഭാഗം നല്ല ബ്രോഡായിട്ട് കാണപ്പെടും, ടിപ്പിലേക്ക് പോകുന്തോറും അത് നാരോ ആയിട്ട് കാണപ്പെടും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബേസ് ഓഫ് ഈച്ച് പിരമിഡ് റെപ്രസെന്റ്സ് എ പ്രൊഡ്യൂസേഴ്സ്. ഒരു എക്കോളജിക്കൽ പിരമിഡിനെ നമ്മൾ എപ്പോഴും നോക്കുമ്പോഴും അതിൻ്റെ ബേസിൽ, ആ എക്കോളജിക്കൽ പിരമിഡിൻ്റെ ബേസിൽ എല്ലായ്പ്പോഴും ഉണ്ടാവുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ ഉണ്ടാവുക പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി കൺസ്യൂമർ, അങ്ങനെയാണ് പോവുക. ഒന്ന് വായിച്ചു നോക്കിയേ. ദ ബേസ് ഓഫ് ഈച്ച് പിരമിഡ് റെപ്രസെൻറ്റ്സ് എ പ്രൊഡ്യൂസർ ഓഫ് അവർ ഫസ്റ്റ് ട്രോഫിക് ലെവൽ, വൈൽ ദ എപ്പെക്സ് റെപ്രസെൻറ്റ്സ് എ ടെർഷറി ഓർ ടോപ്പ് ട്രോഫിക് ലെവൽ, അല്ലെങ്കിൽ ടോപ്പ് കാർണിവോർ ആണ് വരിക. ഇവിടെ നമ്മൾ പ്രൊഡ്യൂസർ ആണ് വരിക, ഇവിടെ പ്രൈമറി കൺസ്യൂമർ ആണ് വരിക, ഇവിടെ സെക്കൻഡറി കൺസ്യൂമർ ആണ് വരിക, ഇവിടെ ടെർഷറി കൺസ്യൂമർ ആണ് വരിക. അപ്പോൾ ഒരു എക്കോളജിക്കൽ പിരമിഡിന്റെ ബേസിൽ എല്ലായ്പ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കും, ടിപ്പിൽ എല്ലായ്പ്പോഴും ടെർഷറി കൺസ്യൂമർ ആയിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ ഒരു എക്കോളജിക്കൽ പിരമിഡിലുള്ള ആളുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വരക്കുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ് എന്ന്. ഒരു ഫുഡ് ചെയിനിലുള്ള ആളുകളെ കമ്പയർ ചെയ്ത് വരക്കുന്ന ഗ്രാഫാണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് നമ്മൾ പറഞ്ഞു. എക്കോളജിക്കൽ പിരമിഡ് പ്രധാനമായിട്ട് 3 തരത്തിലാണുള്ളത് എന്ന് പറഞ്ഞു. 3 തരത്തിൽ എക്കോളജിക്കൽ പിരമിഡുകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് പിരമിഡ് ഓഫ് നമ്പർ, രണ്ടാമതാണ് പിരമിഡ് ഓഫ് ബയോമാസ്, മൂന്നാമത്തതാണ് പിരമിഡ് ഓഫ് എനർജി. ഒരു ഫുഡ് ചെയിനിലെ ഓരോ ട്രോഫിക് ലെവലിലുള്ള നമ്പറുകളെ കമ്പയർ ചെയ്ത് വരക്കുന്ന പിരമിഡാണ് പിരമിഡ് ഓഫ് നമ്പർ. എന്നാൽ ഒരു ഫുഡ് ചെയിനിലെ ഓരോ ട്രോഫിക് ലെവലിലെയും ബയോമാസ് പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് വരക്കുന്ന പിരമിഡാണ് പിരമിഡ് ഓഫ് ബയോമാസ്. എന്നാൽ ഒരു ഫുഡ് ചെയിനിലെ ഓരോ ട്രോഫിക് ലെവലിലെയും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എത്രയെ നോക്കിയിട്ട് അതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. Simply say that ecological pyramids are 3 types. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് എനർജി. അതിൽ ഒന്നാമത്താണ് ഒരു പിരമിഡ് ഓഫ് നമ്പറിന്റെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഡയഗ്രാം വന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കാം. പിരമിഡ് ഓഫ് നമ്പർ നോക്കിക്കോണം കേട്ടോ. ഈ പിരമിഡ് ഓഫ് നമ്പർ എവിടുത്തതാണ്, എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദിസ് ഈസ് ദ പിരമിഡ് ഓഫ് നമ്പർ ഇൻ എ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിലെ പിരമിഡ് ഓഫ് നമ്പർ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലെ നമ്പർ നോക്കണം. ഈ ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ളത് പ്രൊഡ്യൂസറാണ്, സെക്കൻഡ് ട്രോഫിക് ലെവലിൽ പ്രൈമറി കൺസ്യൂമർ, തേർഡ് ട്രോഫിക് ലെവൽ സെക്കൻഡറി കൺസ്യൂമർ, ഫോർത്ത് ട്രോഫിക് ലെവൽ ടെർഷറി കൺസ്യൂമർ ആണുള്ളത്. ഇനി ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസറിന്റെ നമ്പറാണ് നമ്മൾ പഠിക്കേണ്ടത്. കണ്ടോ, ട്രോഫിക് ലെവലുകൾ അവിടെ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓരോ ട്രോഫിക് ലെവലിലുള്ള പഠിക്കണം. ഇവിടെ 58,42,000 ആൾക്കാരാണുള്ളത്. 58,42,000 എന്ന് പറഞ്ഞാൽ നിയർലി അത് 60 ലക്ഷം അല്ലേ. 60 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കത് 6 മില്യൺ എന്ന് പറഞ്ഞൂടെ. 1 മില്യൺ ഈസ് ഈക്വൽ ടു 10 ലാക്ക് എന്ന് പറയാം. അപ്പോൾ 6 മില്യൺ ഈസ് ഈക്വൽ ടു 60 ലാക്ക്. അപ്പോൾ 58 ലക്ഷം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6 മില്യൺ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ 6 മില്യൺ പ്രൊഡ്യൂസേഴ്സ് അഥവാ ഗ്രാസസ് ഉണ്ടെങ്കിൽ അവിടെ 7,08,000 പ്രൈമറി കൺസ്യൂമറിന് നിൽക്കാൻ പറ്റും. ഈ 7,08,000 പ്രൈമറി കൺസ്യൂമർ ഉണ്ടെങ്കിൽ 3,54,000 സെക്കൻഡറി കൺസ്യൂമറിന് അവിടെ ജീവിക്കാൻ പറ്റും. ഈ 3,54,000 സെക്കൻഡറി കൺസ്യൂമർ ഉണ്ടെങ്കിൽ 3 ടെർഷറി കൺസ്യൂമറിന് അവിടെ ജീവിക്കാൻ പറ്റും. അപ്പം നോക്കിക്കോണേ, ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ 3 ടെർഷറി കൺസ്യൂമറിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അത് നിയർലി 6 മില്യൺ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് വേണം. ഇതാണ് ഇവിടുത്തെ നീറ്റ് ക്വസ്റ്റ്യൻ. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഓൺലി 3 top carnivores are supported in an ecosystem based on the production of nearly 6 million plants. ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ നിയർലി 6 മില്യൺ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഉണ്ടെങ്കിലേ അവിടെ ടോപ്പ് 3 കാർണിവോഴ്സിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദ്യം വരിക. ഒരു ടോപ്പ് 3 കാർണിവോറിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ നിയർലി എത്ര പ്ലാന്റ്സ് വേണമെന്നാണ് ചോദ്യം. 6 മില്യൺ പ്ലാന്റ്സ് വേണം. ക്ലിയർ ആയി. എങ്കിൽ അടുത്തത് രണ്ടാമതാണ് പിരമിഡ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ. നോക്കണം കേട്ടോ. പിരമിഡ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷന്റെ പ്രത്യേകത ഇതാണ്. നമുക്കറിയാം, ഫസ്റ്റ് ട്രോഫിക് ലെവൽ പ്രൊഡ്യൂസർ, സെക്കൻഡ് ട്രോഫിക് ലെവൽ പ്രൈമറി കൺസ്യൂമർ, തേർഡ് ട്രോഫിക് ലെവൽ സെക്കൻഡറി കൺസ്യൂമർ, ഫോർത്ത് ട്രോഫിക് ലെവൽ ടെർഷറി കൺസ്യൂമർ. ഇനി നോക്കണേ, ഇവിടെ ട്രോഫിക് ലെവൽ തന്നിട്ടുണ്ട്. ഇനി അവരുടെ ഡ്രൈ വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ബയോമാസ് മെഷർ ചെയ്യാം, നമുക്ക് ഫ്രഷ് വെയിറ്റ് ആയിട്ട് മെഷർ ചെയ്യാം, ഡ്രൈ വെയിറ്റ് ആയിട്ട് മെഷർ ചെയ്യാം. പക്ഷേ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുക ബയോമാസ് ഡ്രൈ വെയിറ്റിന്റെ രൂപത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ ഡ്രൈ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഡ്രൈ വെയിറ്റ് എങ്ങനെ കൊടുത്തത്? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ അഥവാ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതിനാണ് കിലോഗ്രാം മീറ്റർ റേഷ്യോ -2 എന്നാക്കി കാണിച്ചേക്കുന്നത്. അഥവാ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഇരിക്കുന്ന ആള് എത്ര കിലോഗ്രാം ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഇരിക്കുന്ന ആള് എത്ര കിലോഗ്രാം ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കോണേ, ഈ പ്രൊഡ്യൂസേഴ്സ് 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഇരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് 809 കിലോഗ്രാം ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതേ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഇരിക്കുന്ന പ്രൈമറി കൺസ്യൂമറിന് 37 കിലോഗ്രാം ബയോമാസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഇരിക്കുന്ന സെക്കൻഡറി കൺസ്യൂമറിന് 11 കിലോഗ്രാം ബയോമാസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഇരിക്കുന്ന ടേർഷ്യറി കൺസ്യൂമറിനാണെങ്കിൽ 1.5 കിലോഗ്രാം ബയോമാസ് ആണ് ഡ്രൈ വെയിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? ഒരു എക്കോസിസ്റ്റത്തിലുള്ള ബയോമാസ് പ്രൊഡക്ഷന്റെ ബയോമാസ് പ്രൊഡ്യൂസേഴ്സ് 809 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ടേർഷ്യറി കൺസ്യൂമർ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി ചോദിക്കും, ഇതൊന്നും ഞങ്ങൾ പഠിച്ചില്ലല്ലോ. അങ്ങനെയല്ല, ഈ വാല്യൂസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യണം. 809, 37, 11, 1.5. അപ്പോൾ ഈ ഗ്രാഫ് വരച്ച് പഠിച്ചാൽ അത് കിട്ടും. ഇനി ഇതിൻ്റെ താഴെ സാധനമാണുണ്ട്. പിരമിഡ് ഓഫ് ബയോമാസ് ഷോസ് എ ഷാർപ്പ് ഡിക്രീസ് ഇൻ ദ ബയോമാസ് അറ്റ് ഹയർ ട്രോഫിക് ലെവൽ. ഹയർ ട്രോഫിക് ലെവലിലേക്ക് നമ്മൾ കയറി പോകുന്തോറും എന്താ സംഭവിക്കുന്നത്? ബയോമാസ് പ്രൊഡക്ഷനിൽ ഒരു ഷാർപ്പ് ഡിക്രീസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബയോമാസ് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതലുള്ളത് താഴെയാണ്, മുകളിലേക്ക് പോകുമ്പോൾ കുറയും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് പിരമിഡായിട്ട് കാണപ്പെടുന്നത്. എങ്കിൽ അടുത്തതാണ് പിരമിഡ് ഓഫ് എനർജി. ഇവിടുന്നാണ് എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. നല്ലപോലെ ശ്രദ്ധിക്കാം കേട്ടോ. പിരമിഡ് ഓഫ് എനർജിയിൽ പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടേർഷ്യറി കൺസ്യൂമർ ആണ് നമുക്ക് മനസ്സിലായി. ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു പിരമിഡാണെന്ന് മനസ്സിലായി. ഈ ഐഡിയൽ പിരമിഡ് ഓഫ് എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു എക്കോസിസ്റ്റത്തിലേക്ക് എത്ര ജൂൾ ഓഫ് സൺലൈറ്റ് ആണ് വരുന്നതെന്ന് ആദ്യം നോക്കണം. ഇപ്പോൾ ഇതൊരു എക്കോസിസ്റ്റത്തിലുള്ള എനർജി പിരമിഡാണ്. ഈ എക്കോസിസ്റ്റത്തിലേക്ക് വന്നത് 10 lakh ജൂൾ ഓഫ് സൺലൈറ്റ് ആണ്. കണ്ടോ, ഇത്രയും ജൂൾ ഓഫ് സൺലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര സൺലൈറ്റ് ആണോ ആ എക്കോസിസ്റ്റത്തിലേക്ക് വന്നത് അതിൻ്റെ 1% ആണ് അവർ NPP ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ വാല്യൂ ആണ്, ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു എക്കോസിസ്റ്റത്തിലേക്ക് എത്രത്തോളം സോളാർ എനർജി ആണോ വന്നത് അതിൻ്റെ 1% ആണ് അവർ NPP ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത്രത്തോളം എനർജി വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 1% അല്ലേ അവർ NPP ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ 1/100 ആണ്. അപ്പോൾ ഈ 2 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂ അല്ലേ ഇവർ സ്റ്റോർ ചെയ്തേക്കുക, പ്രൊഡ്യൂസർ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കണേ, ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് എത്രത്തോളം സോളാർ എനർജി വരുന്നുണ്ടോ അതിൻ്റെ 1% ആണ് അവർ NPP ആയിട്ട് പ്രൈമറി പ്രൊഡ്യൂസർ ലെവലിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നേരെ 10% എടുക്കരുത്. ഇതിൻ്റെ 1% ആണ് ഇവിടെ ഉണ്ടാവുക. ഇനി ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ ട്രോഫിക് ലെവലുകളുടെ ഇടയിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുക 10% ആണ്. അതായത് ഇതിൻ്റെ 10% ആണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിൻ്റെ 10% ആണ് ഇത്, ഇതിൻ്റെ 10% ആണെങ്കിൽ. അതായത് ട്രോഫിക് ലെവലുകളുടെ ഇടയിലുള്ള എനർജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ 10% ആണ്. സോളാർ എനർജി NPP ആയിട്ട് സ്റ്റോർ ചെയ്യുക 1% ആണ്. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഇവിടുന്ന് തന്നെ 1% എടുത്ത് പോയാൽ തെറ്റും. അപ്പോൾ എത്ര എനർജി ഓഫ് സൺലൈറ്റ് ആണോ വന്നത് അതിൻ്റെ 1% ആണ് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ഉണ്ടാവുക. അവിടുന്ന് അങ്ങോട്ട് 10% ആണ് ഉണ്ടാവുക. മനസ്സിലായി വിചാരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഒബ്സർവ് ദാറ്റ് ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് കൺവേർട്ട് ഓൺലി 1% ഓഫ് ദ എനർജി സൺലൈറ്റ് അവൈലബിൾ ടു ദം ആസ് NPP. സോ അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് എത്ര എനർജിയാണോ സൺലൈറ്റ് കിട്ടുന്നത് അതിൻ്റെ 1% ആണ് അവർ എന്തായിട്ട് സ്റ്റോർ ചെയ്യുക, NPP ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയിന്റ് എല്ലാവരും ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ പിരമിഡ് ഓഫ് നമ്പർ പറഞ്ഞു, പിരമിഡ് ഓഫ് ബയോമാസ് പറഞ്ഞു, പിരമിഡ് ഓഫ് എനർജി. ഇതൊക്കെ നമ്മൾ കണ്ടത് അപ്രൈറ്റ് പിരമിഡുകളാണ്. ജനറലി 3 പിരമിഡുകളും അപ്രൈറ്റ് ആണ്, അഥവാ ഇങ്ങനെയാണ്. ചില സമയത്ത് പിരമിഡ് ഇൻവേർട്ടഡ് ആവാം. അപ്പോൾ ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഇൻവേർട്ടഡ് പിരമിഡ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. എക്സാമ്പിൾസ് ഓഫ് ഇൻവേർട്ടഡ് പിരമിഡ് നോക്കിക്കൊണ്ടാവും. ഒന്നാമത്തതാണ് ഇൻസെക്ട് ഫീഡിങ് ഓൺ എ ബിഗ് ട്രീ. വലിയൊരു മരം മക്കൾ കാണണം, വലിയൊരു മരം. ഈ ഒരു മരത്തിൽ പ്രൊഡ്യൂസർ ഒന്നാണുള്ളത്. പക്ഷേ ഈ ഒരു മരത്തിൽ ഒരുപാട് ഇൻസെക്റ്റുകൾ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മരത്തിൽ തന്നെ നമുക്കൊരു 100 ഇൻസെക്റ്റുകളെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് വരക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഗ്രാഫ് വരിക? ഇതാണ് പ്രൈമറി കൺസ്യൂമർ, ഇതാണ് പ്രൊഡ്യൂസർ ഒന്നേ ഉള്ളൂ, പക്ഷേ പ്രൈമറി കൺസ്യൂമർ 100 ഉണ്ട്. അപ്പോൾ വലിയൊരു മരം എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റം ആണ്. അതിന് ഒരുപാട് ഇൻസെക്റ്റുകൾ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആണ്. സോ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആവാം. അതിന് എക്സാമ്പിളാണ് ലാർജ് നമ്പർ ഓഫ് ഇൻസെക്ട്സ് ഫീഡിങ് ഓൺ എ ബിഗ് ട്രീ. രണ്ടാമത്തെ നമ്മൾ പറയണേ ദ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഈസ് ജനറലി ഇൻവേർട്ടഡ്. നമ്മൾ സി അല്ലെങ്കിൽ അക്വാട്ടിക് എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ അവിടുത്തെ പിരമിഡ് ഓഫ് ബയോമാസ് ദ പിരമിഡ് ഓഫ് ബയോമാസ് ഈസ് ജനറലി ഇൻവേർട്ടഡ്. പിരമിഡ് ഓഫ് ബയോമാസ് ഓഫ് സി ഈസ് ജനറലി ഇൻവേർട്ടഡ്. കാരണം എന്താ വെച്ചാൽ ദ ബയോമാസ് ഓഫ് ഫിഷസ് എക്സീഡ്സ് ദ പവർ ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺസിന്റെ ബയോമാസിനേക്കാൾ കൂടുതലായിരിക്കും അവരെ തിന്നുന്ന ഫിഷസിന്റെയും കാര്യങ്ങളുടെയൊക്കെ ബയോമാസ് എന്ന് പറയുന്നത്. അപ്പോൾ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആവാം, അതുപോലെ തന്നെ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആവാം. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും
പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. പിരമിഡ് ഓഫ് എനർജി ഒരിക്കലും എന്താവില്ല, ഇൻവേർട്ടഡ് ആവില്ല, ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും. ക്യാൻ നെവർ ബി ഇൻവേർട്ടഡ്. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ് ആൻഡ് നെവർ ബി ഇൻവേർട്ടഡ്. എന്താ കാരണം? ബിക്കോസ് വെൻ എനർജി ഫ്ലോ ഫ്രം വൺ പെർട്ടിക്കുലർ ട്രോഫിക് ലെവൽ ടു ദ നെക്സ്റ്റ് ട്രോഫിക് ലെവൽ, ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് എനർജി മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് ഒഴുകുമ്പോൾ സം എനർജി ഈസ് ഓൾവേസ് ലോസ് ആസ് ഹീറ്റ്. എപ്പോഴും കുറച്ച് എനർജി ഹീറ്റായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് മുകളിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ താഴെ നിന്ന് കുറച്ച് ഹീറ്റായിട്ട് പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? എപ്പോഴും എനർജി താഴെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ നമ്മൾ പഠിച്ചു പിരമിഡ് ഓഫ് നമ്പറും പിരമിഡ് ഓഫ് ബയോമാസും ഇൻവേർട്ടഡ് ആവാം, പക്ഷേ പിരമിഡ് ഓഫ് എനർജി ഒരിക്കലും ഇൻവേർട്ടഡ് ആവില്ല. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് സെപ്പറേറ്റ് ആൻഡ് നെവർ ക്യാൻ ബി ഇൻവേർട്ടഡ് ബിക്കോസ് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സം എനർജി ഈസ് ഓൾവേസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. ഇത് ട്രൂ അസേർഷൻ റീസൺ ആയിട്ടും കൂടി ചോദിക്കാറുണ്ട്, ഇത് എക്സാമ്പിൾസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു വാല്യൂ ഇതിൻ്റെ 1% മാത്രമാണ് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യുക, ഇതിൻ്റെ ഇടയിൽ 10% ആണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇത് ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾ വായിച്ചിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. സോ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വൃത്തിയായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.